ദയവീത് വേണ്ടെന്ന് പറയില്ലമ്മേ. എന്റെ വിവാഹം കഴിഞ്ഞു പോയാൽ അമ്മയെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? അമ്മ ഈ സ്ഥിതിയിലുള്ളപ്പോ എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. എന്നാൽ ഗൗരിയുടെ കാര്യം അതല്ല. നാളെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാമെന്നും കൂടെ വിളിച്ചോണ്ട് പോകാമെന്ന് ആ സ്കൂൾ മാസ്റ്റർ സമ്മതിച്ചിരിക്കുകയാണ്. ഞാനും ആ മാസ്റ്റർക്ക് വാക്കുകൊടുത്തമ്മേ. ഇപ്പൊ അമ്മ ഇതിന് തടസ്സം നിന്നാൽ ഇതും മുടങ്ങിപ്പോവമ്മേ. എന്തു വന്നാലും ഗൗരിയുടെ കല്യാണം നീട്ടിവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ലമ്മേ. ദയവീത് സമ്മതിക്കണമേ. അവളെ ആശീർവദിക്കണമേ. നോക്കൂ, ഞാൻ ഗൗരിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സാരിയാ. എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടുണ്ടോ? ശരി മോളെ, ദൈവമൊക്കെ നല്ലത് വരുത്തട്ടെ. ഗൗരി, ഇതെങ്ങനെയുണ്ട് നോക്ക്. വളരെ നന്നായിട്ടുണ്ട്. ആട്ടെ, ഇത്രയും വിലയുള്ള സാരി എന്തിനാ ചേച്ചി? ഏയ്, നിന്നേക്കാൾ വലുതാണോടി പണം? നീ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ കടയിൽ ചെന്ന് നിനക്കുള്ള ആഭരണം മേടിച്ചോണ്ടിരാം. ശരി ചേച്ചി, ഞാൻ വരണേ. ശരി മോളെ, രാത്രി ആകുന്നതിന് മുമ്പ് വരണേ. ഗൗരി, നിന്റെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അവിടെ വരാനുള്ള യോഗമില്ലല്ലോ മോളെ. അതുകൊണ്ട് ഈ സാരി ഉടുത്ത് എന്നെ മണവാട്ടി വേഷത്തിൽ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഒന്നും ഉടുത്തിട്ട് വാ മോളെ. അങ്ങനെ ആവട്ടമേ. എന്റെ മോളെ, കണ്ണു നിറയെ കണ്ടു. എനിക്കിപ്പോ സന്തോഷമായി. വേഗം പോയി ഇതൊക്കെ അഴിച്ചു വെച്ചേക്കോ നീ. വേണ്ടമ്മേ, ചേച്ചി വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. ഈ വേഷത്തിൽ ഈ അനുജത്തെ കണ്ട് ചേച്ചി സന്തോഷിക്കട്ടെ. പുരുഷോത്തമൻ, എന്താണ് ബട്ട്? രാധ ആളെണ്ണം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൗകര്യമായി. നീ ഫോൺ വയ്ക്കാം. ആര്? മാനേജറാണോ? ഞാനാ. ആ രാധ എന്ന തെരുവിലൊക്കെ ഡാൻസ് കളിക്കുന്ന പെണ്ണില്ലേ, ആഭരണങ്ങൾ വാങ്ങാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ബില്ല് കൊടുക്കാതെ പണം വാങ്ങിക്കൊണ്ട് ആഭരണങ്ങൾ കൊടുത്തേക്കും. അവൾ പോയതിനു ശേഷം പോലീസിന് ഫോൺ ചെയ്ത് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്ന് പറയും. ബാക്കി വരുന്ന കാര്യങ്ങൾ ഞാൻ എസ് പിയോട് സംസാരിച്ച് ശരിയാക്കാന്ന്. ഇൻസ്പെക്ടർ ജോൺസൺ സർ. ഓക്കെ സർ. ഇതാ പോകും സാർ. ഇവിടെ തന്നെ. വണ്ടി നിർത്തോ. നിക്കണേ ഇവിടെ. ഇവിടെ തന്നെ സാർ. ഇവളോ? ആഭരണക്കടയിൽ പോയിരുന്നോ? എന്തിന്? ചെയിനും 2 വളകളും വാങ്ങാൻ. എവിടെ കാണിക്കോ? ഇത് തന്നെയാണ് സാർ. ഇവൾ ഞങ്ങളുടെ കടയിൽ വന്ന ആഭരണങ്ങൾ തിരിച്ചു മറിച്ചു നോക്കി. എന്നിട്ട് ഒന്നും വാങ്ങാതെ തിരിച്ചു പോന്നു. ഇവൾ പോയതിനു ശേഷം നോക്കിയപ്പോ ആഭരണങ്ങൾ കാണാനില്ല. അതുകൊണ്ടാ ഫോൺ ചെയ്തത്. സാർ, ഇത് ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് സാർ. ബില്ലെവിടെ? അവര് ബില്ല് വേണ്ടെന്ന് പറഞ്ഞു സാർ. ഓഹോ, ബില്ല് വേണ്ടെന്ന് പറഞ്ഞോ? ഇത് പണം കൊടുത്ത് വാങ്ങിച്ചാണ് സാർ. അതൊക്കെ കോർട്ടിൽ പറഞ്ഞാൽ മതി. യു ആർ അണ്ടർ അറസ്റ്റ്. ജീവിക്കല്ലോ. അമ്മേ, എന്താ മോളെ? ചേച്ചി ഇതുവരെ കണ്ടില്ലല്ലോ. വളരെ നന്നായിട്ടു. വിശന്ന് പൊരിഞ്ഞു വരുന്നവന് വിഭവ സമൃദ്ധമായ സദ്യ കിട്ടിയ പോലുണ്ട്. നീയോ? എന്തിനോടാ? മര്യാദയ്ക്ക് വിളിപ്പിച്ചു. ചോദിച്ചത്ര പണം തരാമെന്ന് പറഞ്ഞപ്പോ അന്നെന്റെ ചെകിട്ടത്തടിച്ചു പോയില്ലേ നിന്റെ ചേച്ചി. ഈ പുരുഷോത്തമൻ എന്താഗ്രഹിച്ചാലും അത് സാധിക്കാതെ പോയിട്ടില്ല.
ഓടിയോ? അയ്യോ ആരുമില്ല ഇവിടെ. ഓടി വരണേ. എന്റെ മോളെ രക്ഷിക്കണേ. അയ്യോ വയ്ക്കടാ അവർക്ക് തീ. ശരി മുതലാളി. ഇന്ന് തന്നെ നേരെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിലേക്ക് എന്തിന്? ആ പേടിക്കണ്ട. ഞാൻ നിങ്ങളെ കൊല്ലാനോ പകരം വീട്ടാനോ വന്നതല്ല. പിന്നെ എന്തിനാണ് വന്നത്? ജയിലിലായിരുന്ന സമയം മുഴുവനും ഞാൻ ചിന്തിക്കുകയായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മയും അനുജത്തിയും മരിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കാമായിരുന്നു. അന്ന് എനിക്ക് ആ ബുദ്ധി ഇല്ലാതെ പോയി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ തയ്യാറായിട്ടാണ്. എന്തും അനുസരിക്കാൻ. നിങ്ങളുടെ കാലിൽ വീണ് അപേക്ഷിക്കാണ്. എന്നെ സ്വീകരിക്കൂ. എനിക്ക് ആരുമില്ല. എന്നെ രക്ഷിക്കൂ. എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്നെ അനുസരിക്കാമെന്ന് സമ്മതിച്ചോ? ശരി തന്നെ. എല്ലാം അനുഭവിച്ചപ്പോഴാണ് ബുദ്ധി വന്നത്. എന്നെ കൈവിടരുത്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത്. എന്നെ വിശ്വസിക്കൂ. നിന്നെ പോലത്തെ പെൺസർപ്പം ഇത്ര പെട്ടെന്ന് അടങ്ങി ഓടി വന്നത് എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അതെന്താ? അപ്പോ എന്നെ വിശ്വാസമില്ലേ? എന്റെ വലത് കൈക്ക് ഇടത് കൈയേ വിശ്വാസമില്ല. അതാണ് എന്റെ സ്വഭാവം മോളെ. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ഈ മാളികന്ന് താഴെ ചാടണോ അതോ വിഷം കുടിച്ച് മരിക്കണോ? എന്ത് ചെയ്യണം? വേണ്ട വേണ്ട, അത്ര വലിയ ത്യാഗമൊന്നും വേണ്ട. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. ആട്ടെ, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ചോളാം. വെരി ഗുഡ്. ഇതാണ് നിനക്കുള്ള ആദ്യത്തെ ടെസ്റ്റ്. ഹലോ, ഞാൻ പുരുഷോത്തമനാണ് സംസാരിക്കുന്നത്. ഹലോ മിസ്റ്റർ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. എന്ത് പാർട്ടിയോ? 7 മണിക്കോ? ഓക്കെ, ഷുവർ, ഐ വിൽ കം. താങ്ക് യു. സോറി ഡിയർ, ഇന്നത്തെ നമ്മുടെ സിനിമ പ്രോഗ്രാം ക്യാൻസൽ. ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് ചേട്ടൻ പോകുന്നത് എനിക്കിഷ്ടമല്ല. ലുക്ക് ദുർഗ, ഇങ്ങനെയുള്ള പാർട്ടിക്ക് വലിയ വലിയ ആൾക്കാർ വന്നിരിക്കും. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നമുക്ക് ആവശ്യമാണ്. വേണ്ട ഏട്ടാ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആപത്താണ്. ആപത്തോ? ഡോൺ ബി സില്ലി, ഐ നോ ഹൗ ടു മാനേജ് ഇറ്റ്. ബൈ ദ ബൈ, രാത്രിയിൽ നീ ഊണ് കഴിച്ച് കിടന്നുള്ളൂ, വെയിറ്റ് ചെയ്യണ്ട. ആരാ? ഞാനടി അത് നിന്നോട് ചോദിക്കേണ്ടത്.
അതേ, ഞാനാണ് ഇവിടുത്തെ റാണി. നീ എന്തിനിവിടെ വന്നടി മൂദേവി? നീയാടി മൂദേവി. ഞാൻ എന്തിനിവിടെ വന്നെന്ന് പോയി ചോദിച്ചു നോക്ക് നിന്റെ മുതലാളിയോട്. മുതലാളിക്ക് എന്നെ വേണം, എന്റെ ശരീരം വേണം, എന്റെ കൈകൊണ്ട് അവരുടെ ദാഹം തീർക്കണം. അതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. ഒരിടത്തും കീരിയും പാമ്പും ഒന്നിച്ച് ജീവിക്കില്ല. ഞാനിവിടെ കഴിയണമെങ്കിൽ നിന്റെ നിഴല് കൂടെ കാണാൻ പാടില്ല. മര്യാദയ്ക്ക് സ്ഥലം വിടറി. സ്ഥലം ഞാൻ വിടണോ അതെ നീ വിടണോന്ന് നമുക്കൊരു കൈ നോക്കാം. കൊള്ളാലോ, ഹടി നന്നായിട്ടുണ്ട്. നോനോ, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ വഴക്കടിക്കുന്നേ? ഓഹോ, നിനക്ക് ദേഷ്യം വരൂലേ? എന്താ ഇവിടെ ബഹളം? നിങ്ങൾ മനുഷ്യരാണോ അതോ രാക്ഷസികളോ? ശാന്തി, സമാധാനപ്പെട്. പാവങ്ങൾ എടുത്തു ചാടിയാൽ അതിന്റെ കഷ്ടവും നഷ്ടവും അവർക്ക് തന്നെയായിരിക്കും. നോക്ക്, ഇന്ന് മുതൽ ഇവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഇവിടെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്ക്, ഇല്ലെങ്കിൽ ഉടനെ സ്ഥലം വിടണം. എന്താ വേണോ നീ തന്നെ തീരുമാനിച്ചോ. ഈ ശാന്തി എല്ലാ സ്ഥലത്തും റാണിയായിട്ടേ ഇരുന്നിട്ടുള്ളൂ, ദാസിയായിട്ടിരുന്നിട്ടില്ല. ഇത്രയും കാലം നിങ്ങളെ സേവിച്ചതിന് എനിക്ക് നല്ല പ്രതിഫലം കിട്ടി. നീ പറയുന്നതെല്ലാം കേട്ടാൽ ഞാൻ നിന്റെ ഭർത്താവാണെന്ന് തോന്നുമല്ലോ. സന്തോഷം. ഇതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ പോകുന്നു. രാധേ, നമ്മുടെ ശനി ഒഴിഞ്ഞു. ഇനി നമുക്ക് സന്തോഷിക്കാം. ഹലോ രമ. ഇൻസ്പെക്ടർ സാർ, നിങ്ങളോ? അതെ, ഇന്ന് നിന്നെ വിടുന്ന ദിവസമല്ലേ, അതുകൊണ്ടാ വന്നത്. എനിക്ക് വേണ്ടി വന്നോ? അതെ, നിന്നെ ശിക്ഷിച്ചതിന് ശേഷം നിന്നെപ്പറ്റി വളരെയേറെ ചിന്തിച്ചു. നീ നിരപരാധിയാണെന്ന് മനസ്സിലായിട്ട് കൂടി എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാൻ സാധിച്ചില്ല. ഇനി ഒരു സംഗതി കേൾക്കണം. നിന്റെ വീട് ആ പുരുഷോത്തമൻ കൈവച്ചപ്പെടുത്തി. നിനക്ക് വേറെ ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇന്നു മുതൽ നിനക്ക് ഞാനുണ്ട്. നിനക്കിഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ വിളക്കേറ്റാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സാർ, പോലീസുകാർക്കൊരു ഹൃദയമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഞാൻ ജയിലിൽ പോയി വന്നവളാണ്. മുൻപൊരിക്കൽ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. അനാഥയാണെന്ന് അറിഞ്ഞിട്ടും കൂടി ഇങ്ങനെ പറയുന്നു സാർ. ഈ ഇൻസ്പെക്ടർ നാരായണൻ കൂടെ അനാഥനാണ്. കുഞ്ഞായിരുന്നപ്പോൾ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയപ്പെട്ടവനാണ് ഈ ഞാൻ. അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. അനാഥാലയത്തിലെ ശിവാനന്ദ സ്വാമികളാണ് എന്നെ വളർത്തിയത്. ആശ്രമത്തിൽ എന്നെപ്പോലെ എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആണായും പെണ്ണായും. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് പ്രത്യേകത. അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല. സാർ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നത്. നിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഹായ് രമ്യ.
സുഖമാണോ? സാർ, ഇതെന്റെ സ്നേഹിതയാണ് രാധ. നമസ്കാരം. രാധേ, ഇത് ഇൻസ്പെക്ടർ നാരായണൻ.